വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ മഴക്കെടുതി രൂക്ഷവും. വൻ നാശനഷ്ടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇടവിട്ട് ശക്തമായ മഴയാണ് പാലക്കാട് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കാറ്റും ശക്തമായി വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിൽ റോഡ് ഇടിഞ്ഞു വീണു. കൈപ്പുറം വിളയൂർ റോഡിൽ മയിലാടി ഭാഗത്താണ് റോഡ് ഇടിഞ്ഞത്. പ്രദേശവാസിയായ പ്രശാന്തിന്റെ വീട്ടുവളപ്പിലേക്കാണ് റോഡ് ഇടിഞ്ഞു വീണത്. പാതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട് കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മരം കടപുഴകി വീണു. കാവശ്ശേരി വാവുള്ളിയാപുരം ആലിൻകുടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് മരം വീണ് തകർന്നത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മരം കടപുഴകി വീണതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രാത്രി സമയമായതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. പാലക്കാട് വെള്ളിയാങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് അണക്കെട്ടിലെ 10 ഷട്ടറുകൾ കൂടി ഉയർത്തിയത്. 27 ഷട്ടറുകളിൽ 25 എണ്ണമാണ് തുറന്നത്. പരമാവധി സംഭരണശേഷി 3.5 മീറ്റർ കടന്നതോടെയാണ് കൂടുതൽ ഷട്ടറുകൾ തുറന്നത്. കഴിഞ്ഞ ദിവസം ജലനിരപ്പ് 2.5 മീറ്ററിലെത്തിയപ്പോൾ 10 ഷട്ടറുകൾ തുറന്നിരുന്നു. അതോടൊപ്പം വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പാർക്കിലേക്കുള്ള പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. DTPCയാണ് സഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. അലനല്ലൂർ കർക്കിടാംകുന്ന് പാലക്കടവ് കുണ്ടിളിയിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് മണ്ണിലേക്ക് താഴ്ന്നു പോയത്. വീടിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ വീടും അപകടാവസ്ഥയിലാണെന്ന് വീട്ടുകാർ പറഞ്ഞു. 24 റിങ്ങിറക്കിയ കിണറാണ് തിങ്കളാഴ്ച രാവിലെ പൂർണ്ണമായും താഴേക്ക് പോയത്. 10 കോൽ ആഴമുള്ള കിണറാണ് നശിച്ചത്. ഇതോടെ വീട്ടുകാർ കുടിവെള്ളത്തിന് പ്രയാസപ്പെടുകയാണ്. കനത്ത മഴയിൽ ആലത്തൂർ എടാമ്പറമ്പ് തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ കോസ്വേ വെള്ളത്തിനടിയിലായി. വെങ്ങന്നൂർ കുത്തന്നൂർ ഭാഗത്തേക്ക് 4 ചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന കോസ്വേയാണ് മുങ്ങിയത്. ഇതോടെ കോസ്വേയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതുവഴിയുള്ള യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. നിലവിൽ വെങ്ങന്നൂർ ആറാപ്പുഴ വഴി കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് യാത്രക്കാർ. ശക്തമായ മഴയിലും കാറ്റിലും ഷൊർണൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നു. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയും ഉണ്ടായ ശക്തമായ കാറ്റിലാണ് നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നു വീണത്. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപം വൻ മരം കടപുഴകി വീണ് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നാശമുണ്ടായി. 7 വൈദ്യുതി തൂണുകളാണ് ഇതോടൊപ്പം തകർന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ഉച്ചയോടുകൂടി മരം മുറിച്ചുമാറ്റിയും തകർന്ന വൈദ്യുതി തൂണുകൾ എടുത്തുമാറ്റിയുമാണ് പുതിയത് സ്ഥാപിച്ചത്. തുടർന്ന് വൈദ്യുതി പുനഃസ്ഥാപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.